കറന്റ് ഞാനുള്ളത് ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിലാണ്. എന്നോടൊപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് അഖിൽ മനു ഉണ്ട്, മിൻഹാജ് ഉണ്ട്, ആദിലുണ്ട്, ആദർശ് ഉണ്ട്. അത് കൂടാണ്ട് പിന്നെ ഈ ബാച്ചിൽ വന്ന ബാക്കി സ്റ്റുഡൻസ് ഉണ്ട്. പിന്നെ എൻ്റെ സുഹൃത്ത് ഷാൻ ഉണ്ട്. സോ നമ്മളിവിടെ എത്തിയിട്ട് ഇപ്പോൾ 4 days ആയി. ഇന്നാണ് പക്ഷേ എന്ത് ചെയ്യാൻ വന്നിരിക്കുന്നത്, നമ്മൾ ക്യാമ്പസ് കാണാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ക്യാമ്പസ് കാണാൻ വന്നപ്പോൾ നമ്മുടെ പിള്ളേരെയൊക്കെ വിളിച്ചിട്ട് ക്യാമ്പസിൻ്റെ ഒരു അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ചത്. സോ ഇത് നമ്മുടെ മിൻഹാജാണ്. മിൻഹാജ് ബോൺ ആൻഡ് ബോട്ട് സൗത്ത് ആഫ്രിക്കയാണ്. പാരൻസൊക്കെ സൗത്ത് ആഫ്രിക്കയിലല്ലേ? പാരൻസൊക്കെ സൗത്ത് ആഫ്രിക്കയിലാണ്. എനിക്ക് തോന്നുന്നത് പിന്നെ ലീവിൽ നോർമലി ഇനി തിരിച്ച് പോകാൻ പോകുന്ന അങ്ങോട്ടാണ്, സൗത്ത് ആഫ്രിക്കയിലൂടെ പോകാൻ പോകുന്നത്. സോ അവിടെ നിന്ന് വരുമ്പോൾ ഞാനിപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു ഇതിലല്ല ചോദിക്കുന്നത്. സോ യു കമ്മിങ് ഫ്രം സൗത്ത് ആഫ്രിക്ക. സോ അവിടെ നിന്ന് വന്ന സമയത്ത് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ? അറ്റ്മോസ്ഫിയർ എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. നമ്മുടെ ഫ്രണ്ട്ലി. പിന്നെ ക്യാമ്പസ് വൈസ് ആണ് കുറച്ച് ഡിഫറൻസ് ഉള്ളത്. കാരണം കമ്പയർ ടു സൗത്ത് ആഫ്രിക്ക ഇത് വളരെ നല്ല ക്യാമ്പസാണ്. ഇൻഫ്രാസ്ട്രക്ചറും നമ്മുടെ സ്പോർട്ടിങ് ആയാലും എല്ലാം കണ്ടിട്ട് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ക്യാമ്പസാണ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. ഐ തിങ്ക് ഐ ഗോണ എൻജോയ് ഇറ്റ് ഓവർ ഹിയർ. ക്യാമ്പസ് കണ്ട് എങ്ങനെയുണ്ട് സർ? ക്യാമ്പസ് അടിപൊളിയാണ്. ബാക്കിയെല്ലാം കണ്ടു. നമ്മുടെ ജസ്റ്റ് ക്ലാസ് വരണം, ബാക്കപ്പ് ഒരെണ്ണം കണ്ടു, നല്ലതാണ്. ബാക്കി നമ്മളിനിയിപ്പോൾ വന്നിട്ട് ഇനി എക്സ്പീരിയൻസ് ചെയ്യണം ബാക്കി എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ക്യാമ്പസായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? ബിക്കോസ് നമുക്ക് നാട്ടിലെ സിസ്റ്റം അല്ല എന്തായാലും ഇവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ വേറെയാണ്, അക്കാഡമി വേറെയാണ്. ഇതെന്ന് പറഞ്ഞാൽ അക്കാഡമി ബ്ലോക്കാണ്. സോ ഒരു സ്റ്റുഡൻറ്റിന് ഇരുന്ന് പഠിക്കാനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിന് നിങ്ങളുടെ ഒരു അത്ലറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതൊക്കെ ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട് സർ. കാരണം ഞാൻ നമ്മുടെ വൈസ് ഡീനോട് സംസാരിച്ചായിരുന്നു നേരത്തെ ഹോസ്റ്റലിൽ വെച്ചിട്ട്. സർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞു ഇപ്പം അക്കാഡമിക്സിൻ്റെ കൂടെ തന്നെ സ്പോർട്സും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ക്യാമ്പസാണ്. അപ്പോൾ നമ്മുടെ ആദിലാണ്. ആദിൽ ജനിച്ചതും വളർന്നതൊക്കെ സൗദിയിലാണ്. അമ്മ എന്താണ് നഴ്സാണ്. അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യാണ്. സോ പിന്നെ അതിൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് ഞാനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിൽ ഇപ്പം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കേരളത്തിൽ നിന്നൊരു സിറ്റുവേഷനിൽ നല്ല വരുന്നത്, പുറത്തുനിന്നാണ് വരുന്നത്. സോ ഇവിടെ വന്നതിന് ശേഷം എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് അതായിട്ട് കമ്പാരിറ്റീവ്ലി ക്യാമ്പസൊക്കെ കണ്ടതിന് ശേഷം? കമ്പാരിറ്റീവ്ലി രണ്ടും സെയിം ആണ്, സിമിലറാണ്. അറ്റ്മോസ്ഫിയറും സിമിലറാണ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചേഴ്സൊക്കെ വെൽ ബിൽറ്റാണ്. റഷ്യൻ സ്റ്റൈൽ അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചേഴ്സാണ്. പിന്നെ ക്യാമ്പസിൻ്റെ അകമൊക്കെ കണ്ടു. ഞങ്ങൾ വന്ന് തുടങ്ങിയുള്ളൂ. ഞങ്ങൾ ക്യാമ്പസൊക്കെ ഒന്ന് കണ്ടുള്ളൂ, അനാറ്റമി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഒന്ന് കണ്ടുള്ളൂ. എല്ലാം സ്റ്റുഡൻസിൻ്റെ എല്ലാ നീഡ്സും മീറ്റ് ചെയ്യുന്ന ക്യാമ്പസാണ്. ആദർശിൻ്റെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രത്താണ്. ആദർശിനെ എനിക്കറിയുന്നതിന് മുമ്പ് ആദർശിൻ്റെ ചേട്ടനാണ് എനിക്കറിയുന്നത്. ബിക്കോസ് ആദർശിൻ്റെ ചേട്ടൻ എൻ്റെ ഒരു ഗ്രാജുവേറ്റ് കൂടെയാണ്. ഓക്കെ, ബിക്കോസ് ഞാനാണ് ആദർശിൻ്റെ ചേട്ടൻ്റെ അഡ്മിഷൻ ചെയ്തേക്കുന്നത്. പുള്ളി ഇപ്പോൾ കറൻറ്റ്ലി MBBS കഴിഞ്ഞ ഒരാൾ കൂടെയാണ്. അതിനുശേഷമാണ് ആദർശിൻ്റെ ചേട്ടൻ ആദർശിനെ വീണ്ടും എന്നെ തന്നെ ഏൽപ്പിച്ചത്. ഓക്കെ, സോ ആദർശ് എങ്ങനെയുണ്ട്? ആദർശിൻ്റെ ചേട്ടൻ പഠിച്ചിരിക്കുന്നത് ഏഷ്യൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചിരിക്കുന്നത്. സോ ഇപ്പോൾ കറൻ്റ്ലി എങ്ങനെയുണ്ട് ഇവിടെ വന്ന് കോളേജൊക്കെ കണ്ടതിന് ശേഷം? ആക്ച്വലി ഇവിടുത്തെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഡ്രീം സെറ്റാകും. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ അത് നല്ല സന്തോഷമുണ്ട്. കാരണം നമ്മളെ മനസ്സിലുള്ള അതേ സങ്കല്പം തന്നെയാണ് ഇവിടെ ആൾക്കാർ തന്നെ പഠിക്കാനായാലും ഇവിടുത്തെ ബാക്കി ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് വളരെ കൺവിൻസിങ് ആണ്. സോ പിന്നെ എങ്ങനെയുണ്ട് മൊത്തത്തിൽ നമ്മുടെ ഒരു സ്റ്റഡീസിന് പറ്റിയ എല്ലാ എൻവിറോൺമെൻറ്റും ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇവിടുത്തെ മെയിനായിട്ട് അട്രാക്റ്റ് ആയെന്ന് വെച്ചാൽ ഇവിടെ എവിടെ വേണമായിരുന്നു പഠിക്കാം. മെയിൻലി നമുക്കിപ്പം നാച്ചുറലിൽ ഇരുന്ന് തന്നെ പഠിക്കാം. റൂമിൻ്റെ അകത്ത് അടച്ചിട്ടിരുന്ന് പഠിക്കണ്ട. അപ്പോൾ അതൊരു ചേഞ്ച് ആയിട്ട് എനിക്ക് തോന്നി. ഓക്കെ, സോ താങ്ക് യു.